കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ബി.ജെ.പിക്ക് വളരാൻ മണ്ണൊരുക്കുന്നുവെന്ന വിമർശനം യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇത് ആലോചിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ മുഖ്യമന്ത്രിയുടെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന ഒരു നാൾക്കുനാൾ ഉണ്ടാകുന്ന പരാജയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അവരുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് തന്നെ സ്വന്തം പത്രത്തിൽ ഒരു ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം സ്വന്തം നിലയിൽ മത്സരിക്കുവാൻ കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളാണെന്ന് മുഖ്യമന്ത്രി തന്നെ എടുത്തു പറയുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ അവസാനം പൂർത്തിയായ ദില്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റും അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒരു സാഹചര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനത്തിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ധാർഷ്ട്യ സ്വഭാവം കോൺഗ്രസ് കാണിച്ചു. മാത്രവുമല്ല, മറ്റ് ഘടകകക്ഷികളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ BJP പോലെ അല്ലെങ്കിൽ RSSനെ പോലെയുള്ള വർഗീയ ശക്തികൾക്കെതിരെ ഒരു ശക്തമായ പോരാട്ടം നയിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് മത്സരിച്ച് വിജയിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തിയതാണ് ഉത്തരേന്ത്യൻ മേഖലയിൽ വലിയ തരത്തിൽ കോൺഗ്രസിനുണ്ടായ പരാജയം. ഇത് BJPക്കും RSSനുമെല്ലാം തന്നെ വീണ്ടും വളരെയധികം വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നതിന് വഴിമരുന്നിട്ടിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDF മുന്നണിയിൽ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയായ ഈ മുസ്ലിം ലീഗിന് ഒരു അറിയിപ്പ് കൂടി നൽകുകയാണ്. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ പല തരത്തിലും അത് വർഗീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായ നിലപാടാണ് എന്നൊരു സൂചന കൂടി നൽകുന്നു. അതേസമയം CPM അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താതെ പല സമയങ്ങളിലായി പല വിഷയങ്ങളിൽ വലിയ തരത്തിൽ BJPക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഒപ്പം വ്യവഹാരങ്ങൾക്ക് തയ്യാറെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിട്ട്, പ്രത്യേകിച്ച് പൗരത്വ നിയമത്തിൻ്റെ പേരിലായാലും ഒപ്പം ദില്ലിയിൽ ബുൾഡോസർ റാലി സംഘടിപ്പിച്ചപ്പോഴും അതിനെല്ലാം ഉപരിയായി ദേശീയ തലത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട നിരവധിയായ വിഷയങ്ങളിലൊക്കെ തന്നെ BJPക്കെതിരെ CPM അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ നേട്ടങ്ങൾ പാർട്ടിക്ക് പലപ്പോഴായി ലഭ്യമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കും ഒപ്പം RSS പോലുള്ള വർഗീയ സംഘടനകൾക്ക് വളർന്ന് മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കുന്നതാണെന്നുമുള്ള സൂചന കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സമ്മേളന തലേന്ന് ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയത് തന്നെ കോൺഗ്രസ് എത്ര അധികം ഈ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വർഗീയതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പോരാട്ടം നടത്തുന്നു, അല്ലെങ്കിൽ അവർ എന്തുമാത്രം ഈ പോരാട്ടത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ്. കാരണം ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നയപരമായ നീക്കങ്ങൾ കൃത്യമായും ഈ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യ മുന്നണി സഖ്യമുണ്ടായതിന് ശേഷം കോൺഗ്രസിനും ഒപ്പം തന്നെ ഘടകകക്ഷികൾക്കും വലിയ തരത്തിലുള്ള പരാജയമാണ് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടയായത്? ഈ വിഷയം തീർച്ചയായും പാർട്ടി കോൺഗ്രസിലും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാകും, ഉറപ്പാണ്. അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്നോണം തന്നെയാണ് ഇന്ന് ആ ലേഖനത്തിലൂടെ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതൊരു വലിയ തരത്തിലെ പരാജയമാണെന്നും ഒപ്പം അത് വർഗീയ കക്ഷികൾക്ക് അവർക്ക് മുന്നോട്ട് പോകുവാനും അവർക്ക് വലിയ ശക്തിയായി വളരുന്നതിന് വേണ്ടിയുമുള്ള ഒരു സഹായമായി കോൺഗ്രസിൻ്റെ നീക്കം മാറിയിരിക്കുന്നുവെന്നുമൊക്കെയുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ നേതാക്കന്മാർ വലിയ തരത്തിലും തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്ക് CPM നൽകുന്ന ഒരു വലിയ പിന്തുണ കൂടി ആ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസിന് ദയനീയ
പരാജയം ദില്ലിയിലുണ്ടായിട്ടും ഈ അവസാനം 2025 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത സമീപനം, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷിയായി തുടരുന്ന കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഏകദേശം 12ഓളം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമായിരുന്നു. അത്തരത്തിലൊരു വിജയ സാധ്യതയെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ നീക്കങ്ങളായിരുന്നു. ആ കോൺഗ്രസ് നീക്കങ്ങൾ വഴിവെച്ചു കൊടുത്തത് BJPയെ രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലേറ്റുവാനായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ ശക്തികളെ സഹായിക്കുന്ന ഒരു നിലപാട് ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. വൃന്ദ. ശരി ബിനോയ്.